This lecture is about defense and countermeasures in computer networks. First, firewall. Firewall എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ റിസോഴ്സസ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് അതർ നെറ്റ്വർക്സിൽ നിന്ന് വരുന്ന അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ റിസോഴ്സസ് ആക്സസ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ആരെ യൂസ് ചെയ്യാം? ഫയർവാൾ യൂസ് ചെയ്യാം. സോ ഫയർവാൾ പ്രിവെന്റ്സ് അൺഓതറൈസ്ഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഫ്രം ആക്സസിങ് ഓർ മോഡിഫൈങ് ദ റിസോഴ്സസ് ഓഫ് എ നെറ്റ്വർക്ക്. ഫയർവാൾ എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആവാം, അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആവാം. സോ ഫയർവാളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബോർഡർ പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് വിളിക്കാം. യൂഷ്വലി പ്രൈവറ്റ് നെറ്റ്വർക്കിനും പബ്ലിക് നെറ്റ്വർക്കിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആരെ പ്ലേസ് ചെയ്യുന്നു? ഫയർവാളിനെ പ്ലേസ് ചെയ്യുന്നു. ഫയർവാൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് എല്ലാം എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഫയർവാൾസ്. Firewalls are classified as packet filtering firewalls, circuit level gateway firewalls, proxy based firewalls or application gateways, stateful multi-layer inspection firewalls. Packet filtering firewalls operate ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. They are usually part of a router. പാക്കറ്റ് ഫിൽട്ടറിംഗ് ഫയർവാളിന്റെ കേസിൽ ഓരോ പാക്കറ്റും വരുമ്പോൾ അതിന് ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ആയിട്ട് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ആ ക്രൈറ്റീരിയയും ഈ പാക്കറ്റിലുള്ള ഡീറ്റെയിൽസും വെച്ചിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് വേണമെങ്കിൽ പാക്കറ്റിനെ എന്ത് ചെയ്യാം? ഫോർവേഡ് ചെയ്യാം. അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ അനുസരിച്ച് പാക്കറ്റിനെ എന്ത് ചെയ്യാം? ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ ഈ ക്രൈറ്റീരിയ അല്ലെങ്കിൽ റൂൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സോഴ്സ് ഐ പി അഡ്രസ് വരാം. ഒരു ചില പെർട്ടിക്കുലർ സോഴ്സ് ഐ പി അഡ്രസ്സിൽ നിന്ന് വരുന്ന പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യാണ്ടിരിക്കാം. ചില പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ്സിലോട്ട് പോകുന്ന പാക്കറ്റ്സിനെ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് റൂൾസ് സെറ്റ് ചെയ്യാം. ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാം. അതായത് സോഴ്സ് ഐ പി അഡ്രസ്, ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ്, സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പേഴ്സ്, യൂസ് ചെയ്യുന്ന പ്രോട്ടോകോള്, അങ്ങനെ ഓരോ റൂളിന് അല്ലെങ്കിൽ ക്രൈറ്റീരിയക്ക് അനുസരിച്ചിട്ട് പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പാക്കറ്റ്സിനെ ഡ്രോപ്പ് ചെയ്യാം. Next is circuit level gateway firewalls. Circuit level gateways സെഷൻ ലെയറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ പാക്കറ്റ്സിനെ ഫിൽട്ടർ ചെയ്യില്ല. അതിന് പകരം പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള TCP ഹാൻഡ് ഷേക്കിംഗ് ഫേസിനെയാണ് മോണിറ്റർ ചെയ്യുക. സോ TCP ഹാൻഡ് ഷേക്കിംഗ് ഫേസിൽ റിക്വസ്റ്റ് ചെയ്യുന്ന റിക്വസ്റ്റഡ് സെഷൻ ലെജിറ്റിമേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ലെജിറ്റിമേറ്റ് ആണെങ്കിൽ ഫയർവാൾ അലൗ ചെയ്യും. സോ പാക്കറ്റ്സിനെ എല്ലാം ഫോർവേഡ് ചെയ്യും. പാക്കറ്റ്സിനെ പിന്നെ ഇൻഡിവിജ്വലി എന്ത് ചെയ്യുന്നില്ല? ഫിൽട്ടർ ചെയ്യുന്നില്ല. പക്ഷേ റിക്വസ്റ്റഡ് സെഷൻ ലെജിറ്റിമേറ്റ് അല്ല എങ്കിൽ ഫയർവാൾ എന്ത് ചെയ്യും? ആ സെഷൻ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ആപ്ലിക്കേഷൻ ഗേറ്റ്വേസ് ഓർ പ്രോക്സി ബേസ്ഡ് ഫയർവാൾസ്. ആപ്ലിക്കേഷൻ ലെവൽ ഗേറ്റ്വേസ് അല്ലെങ്കിൽ പ്രോക്സീസ് ആപ്ലിക്കേഷൻ ലെയറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഒരു പെർട്ടിക്കുലർ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യണോ ഡിസ്കാർഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് പാക്കറ്റിന്റെ ഹെഡർ ഫീൽഡ്സ് ചെക്ക് ചെയ്യാം, മെസ്സേജ് സൈസ് ചെക്ക് ചെയ്യാം, ഈവൻ അതിന്റെ കണ്ടന്റ് കൂടി എന്ത് ചെയ്യാൻ പറ്റും? ആപ്ലിക്കേഷൻ ഗേറ്റ്വേസിന് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ക്ലയന്റ് പ്രോസസ്സിനും ക്ലയന്റിനും സെർവറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്രോക്സി ഫയർവാൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. സോ ആപ്ലിക്കേഷൻ ഡേറ്റ എല്ലാം പ്രോക്സി കൂടെ ആയിരിക്കണം പാസ് ചെയ്ത് പോവുക. സോ പ്രോക്സി ചെക്ക് ചെയ്യും വെദർ ടു ട്രാൻസ്മിറ്റ് ഓർ ഡിസ്കാർഡ് എന്നുള്ള കാര്യം ആര് ഡിസൈഡ് ചെയ്യും? പ്രോക്സി ഫയർവാൾ ഡിസൈഡ് ചെയ്യും, ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട്. സ്റ്റേറ്റ്ഫുൾ മൾട്ടിലെയർ ഇൻസ്പെക്ഷൻ ഫയർവാൾസ്. ഇതുവരെ പറഞ്ഞ 3 ടൈപ്സ് ഓഫ് ഫയർവാൾസിന്റെയും എല്ലാ ആസ്പെക്ട്സും കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ് സ്റ്റേറ്റ്ഫുൾ മൾട്ടിലെയർ ഇൻസ്പെക്ഷൻ ഫയർവാൾസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ലെയറിൽ അത് പാക്കറ്റ്സിനെ എല്ലാം ഫിൽട്ടർ ചെയ്യും, സെഷൻസ് എല്ലാം ലെജിറ്റിമേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈവൻ ആപ്ലിക്കേഷൻ ലെയറിൽ ഈവൻ അതിന്റെ കണ്ടന്റ്സ്, പാക്കറ്റ്സിന്റെ കണ്ടന്റ്സ് കൂടി എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് ഫയർവാൾസ് എന്ന് പറയുന്നത് ഓഫർ എ ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റി. പക്ഷെ അതുകൊണ്ട് അത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്, കോംപ്ലക്സ് ആണ്. ഡീമിലിറ്ററൈസ്ഡ് സോൺ. ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണൽ നെറ്റ്വർക്കും എക്സ്റ്റേണൽ നെറ്റ്വർക്കും, സോ ഈ ഇന്റേണൽ നെറ്റ്വർക്കിനും എക്സ്റ്റേണൽ നെറ്റ്വർക്കിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് നെറ്റ്വർക്കാണ് എന്ത്? ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്റ്റേണൽ നെറ്റ്വർക്ക്സും ഇന്റേണൽ നെറ്റ്വർക്കും തമ്മിൽ ലോജിക്കലി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എക്സ്റ്റേണൽ നെറ്റ്വർക്ക്സുമായിട്ട് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യും. ഡീമിലിറ്ററൈസ് സോൺ ഇന്ററാക്ട് ചെയ്ത് അതൊരു ഫ്രണ്ട് ലൈൻ നെറ്റ്വർക്ക് ആയിട്ട് നിൽക്കും.
സോ എക്സ്റ്റേണൽ നെറ്റ്വർക്സിനെ ഇന്റേണൽ നെറ്റ്വർക്സിനെ ഇത് എന്ത് ചെയ്യുന്നു, ലോജിക്കലി സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡീമിലിറ്ററൈസ്ഡ് സോൺ നെറ്റ്വർക്ക് ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ നെറ്റ്വർക്സ് ആയിട്ട് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യുന്നത്. സോ അതിനെ നമുക്ക് ഫ്രണ്ട് ലൈൻ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇതിന് നെറ്റ്വർക്ക് പെരിമീറ്റർ അല്ലെങ്കിൽ പെരിമീറ്റർ നെറ്റ്വർക്ക് എന്നും പറയാറുണ്ട്. സോ ഡീമിലിറ്ററൈസ്ഡ് സോൺ ഇസ് എ ലോജിക്കൽ സബ് നെറ്റ്വർക്ക് ഓർ എ ഫിസിക്കൽ നെറ്റ്വർക്ക് ആക്ടിംഗ് ആസ് എ സെക്യൂർ ബ്രിഡ്ജ് ബിറ്റ്വീൻ ആൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ നെറ്റ്വർക്ക്. സോ ഇന്റേണൽ നെറ്റ്വർക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ, സോ ഇന്റേണൽ നെറ്റ്വർക്കിലോട്ട് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ഡീമിലിറ്ററൈസ്ഡ് സോൺ സ്കാൻ ചെയ്തിട്ട് വേണം ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇന്റേണൽ നെറ്റ്വർക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, IDS. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആക്ടിവിറ്റീസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അസസ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടൂൾസിനെയും മെത്തേഡ്സിനെയും റിസോഴ്സസിനെയും എല്ലാം കൂടെ നമുക്ക് എന്ത് പറയാം, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയാം. ഇപ്പൊ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിനാണെങ്കിൽ ഇൻസൈഡർ അറ്റാക്സിനെയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അറ്റാക്സിനെയും എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനും ഡീൽ ചെയ്യാനും പറ്റും. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം സിസ്റ്റം ആക്ടിവിറ്റീസ് എല്ലാം കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. സിസ്റ്റം ആൻഡ് ഡേറ്റ ഫയൽസിന്റെ എല്ലാം ഇന്റഗ്രിറ്റി അസസ് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ ഉണ്ടായിരുന്നിട്ടുള്ള നേരത്തെ നടന്നിട്ടുള്ള അറ്റാക്സിന്റെ പാറ്റേൺ വല്ലതും വീണ്ടും നടക്കുന്നുണ്ടോ എന്ന് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യും. പിന്നെ സിസ്റ്റം കോൺഫിഗറേഷൻസിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യും. സിസ്റ്റം എന്തെങ്കിലും ഡേഞ്ചറിലാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. Classification of intrusion detection systems based on type of systems the IDS protects. IDS protect ചെയ്യുന്ന സിസ്റ്റംസിന്റെ ടൈപ്പിനനുസരിച്ച് നമുക്ക് IDSന് ഹോസ്റ്റ് ബേസ്ഡ് IDS എന്നും നെറ്റ്വർക്ക് ബേസ്ഡ് IDS എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ഹോസ്റ്റ് ബേസ്ഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. ഹോസ്റ്റ് ബേസ്ഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിന്റെ ആക്ടിവിറ്റീസ് ആയിരിക്കും കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്നത്. ഇതിനായിട്ട് ഹോസ്റ്റ് ബേസ്ഡ് ഏജന്റ്സ് അല്ലെങ്കിൽ സെൻസേഴ്സിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. സോ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഹോസ്റ്റിൽ നടക്കുന്ന എല്ലാ ഈവന്റ്സിന്റെയും ഡേറ്റ കണ്ടിന്യൂസ്ലി കളക്ട് ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇൻകമിങ് ആ സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ ഹോസ്റ്റിലോട്ട് വരുന്ന എല്ലാ ഇൻകമിങ് പാക്കറ്റ്സ്, ഔട്ട് ഗോയിങ് പാക്കറ്റ്സ് എല്ലാം കോൺസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അതിന്റെ എല്ലാ ഫയൽസിന്റെയും ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടാവും. യൂഷ്വലി ഇത് ഇന്റേണൽ അറ്റാക്സിനെ ഡിറ്റക്ട് ചെയ്യാനാണ് കൂടുതലായിട്ട് ഹോസ്റ്റ് ബേസ്ഡ് IDS യൂസ്ഫുൾ ആവുന്നത്. നെക്സ്റ്റ് നെറ്റ്വർക്ക് ബേസ്ഡ് IDS. നെറ്റ്വർക്ക് ബേസ്ഡ് IDS എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഹോസ്റ്റിന് ചെക്ക് ചെയ്യുന്നതിന് പകരം ഒരു നെറ്റ്വർക്കിലോട്ട് വരുന്ന ഇൻഫോർമേഷൻ എല്ലാം കംപ്ലീറ്റ്ലി കോൺസ്റ്റന്റ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ കൂടെ മൂവ് ചെയ്യുന്ന എല്ലാ പാക്കറ്റ്സിന്റെയും കണ്ടന്റ്സും ഹെഡർ ഇൻഫോർമേഷനും എല്ലാം കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ ഉള്ള നോൺ അറ്റാക്സുമായിട്ടൊക്കെ അതിന്റെ പാറ്റേൺ വല്ലതും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു അറ്റാക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അതിന്റെ അലേർട്ട് സെൻഡ് ചെയ്യും. ഒരു നെറ്റ്വർക്കിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സിലെല്ലാം നെറ്റ്വർക്ക് ബേസ്ഡ് IDS പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ നെറ്റ്വർക്കിൽ ഡിഫറെന്റ് ഡിവൈസസിലോട്ട് വരുന്ന എല്ലാ ട്രാഫിക്കിനെയും കോൺസ്റ്റന്റ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. So comparison between host based IDS and network based IDS. So host based എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഹോസ്റ്റ് ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിന്റെ ആക്ടിവിറ്റീസ് ആയിരിക്കും എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ബേസ്ഡ് ആണെങ്കിൽ എൻറ്റയർ നെറ്റ്വർക്കിന്റെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും. ഹോസ്റ്റ് ബേസ്ഡിന്റെ കോംപ്ലക്സ് സെറ്റപ്പ് ആണ്, നെറ്റ്വർക്ക് ബേസ്ഡിന്റെ ഈസിയർ സെറ്റപ്പ് ആണ്. ഹോസ്റ്റ് ബേസ്ഡ് മോർ എക്സ്പെൻസീവ് ആണ്, നെറ്റ്വർക്ക് ബേസ്ഡ് ലെസ് എക്സ്പെൻസീവ് ആണ്. ഹോസ്റ്റ് ബേസ്ഡ് ഇൻസൈഡ് അറ്റാക്സിനാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ബേസ്ഡ് ആണെങ്കിൽ എക്സ്റ്റേണൽ അറ്റാക്സിനാണ് ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഹോസ്റ്റ് ബേസ്ഡ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ OS സ്പെസിഫിക് ആണ്. നെറ്റ്വർക്ക് ബേസ്ഡ് ആണെങ്കിൽ OS ഇൻഡിപെൻഡന്റ് ആണ്. ഹോസ്റ്റ് ബേസ്ഡ് ആണെങ്കിൽ പാക്കറ്റ് ഹെഡേഴ്സ് ഒന്നും ചെക്ക് ചെയ്യില്ല. നെറ്റ്വർക്ക് ബേസ്ഡ് ആണെങ്കിൽ എല്ലാ പാക്കറ്റ് ഹെഡേഴ്സ് എല്ലാം എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. Host based verifies success or failure of attacks. Network based detects unsuccessful attack attempts. Hybrid intrusion detection system. Hybrid intrusion detection എന്ന് പറയുമ്പോൾ ഹോസ്റ്റ് ബേസ്ഡ് IDSനെയും നെറ്റ്വർക്ക് ബേസ്ഡ് IDSനെയും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യും. ഹോസ്റ്റ് ബേസ്ഡ് IDS ആകുമ്പോഴത്തേക്ക് ഓരോ ഹോസ്റ്റ് സിസ്റ്റത്തിലെയും ഈ എല്ലാ ഇവന്റ്സിനെയും അതെന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും. അതുകൂടാണ്ട് നെറ്റ്വർക്ക് ബേസ്ഡ് IDS എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും,
മോണിറ്റർ ചെയ്യും. സോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് എന്ത് ഹൈബ്രിഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ക്രിട്ടിക്കൽ സെർവേഴ്സിലെല്ലാം ആരെ ഡിപ്ലോയ് ചെയ്യാറുണ്ട്? ഹൈബ്രിഡ് IDSനെ ഡിപ്ലോയ് ചെയ്യാറുണ്ട്. Based on the method of working, intrusion detection systems നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിഗ്നേച്ചർ ബേസ്ഡ് IDSും അനോമലി ബേസ്ഡ് IDSും. സിഗ്നേച്ചർ ബേസ്ഡ് IDS എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാച്ചിങ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നോൺ അറ്റാക്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. സോ ഈ നോൺ അറ്റാക്സിന്റെ പാറ്റേൺ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. നോൺ അറ്റാക്സിന്റെ എന്തെങ്കിലും പാറ്റേൺ വീണ്ടും കാണുകയാണെങ്കിൽ മാച്ചിങ് വരുന്നു. സോ എന്ത് ചെയ്യും? അലേർട്ടിനെ ഇഷ്യൂ ചെയ്യും. സോ കൂടുതൽ അക്യൂറസി പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ IDS ഈ സിഗ്നേച്ചർ ബേസ്ഡ് IDS. ഇനി അനോമലി ബേസ്ഡ് IDS എന്ന് പറയുമ്പോൾ ഒരു നോർമൽ നെറ്റ്വർക്ക് ട്രാഫിക്കിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഉണ്ടാവും. അതായത് ആ ട്രാഫിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത്, ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾസ്, ആ നെറ്റ്വർക്കിൽ വരുന്ന പോർട്സ് ആൻഡ് ഡിവൈസസ് ഒക്കെ വെച്ചിട്ട് ഒരു നോർമൽ നെറ്റ്വർക്ക് ട്രാഫിക്കിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഉണ്ടാവും. എന്നിട്ട് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ റെഗുലർലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുമായിട്ട് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ റെഗുലർലി മോണിറ്റർ ചെയ്ത് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു അനോമലി കാണുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിനെ എന്ത് ചെയ്യും? അലേർട്ട് ചെയ്യും. ഈ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ന്യൂ അറ്റാക്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫയർവാൾ ആൻഡ് IDS. ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഫയർവാൾ എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആക്സസ്, ഒരു പെർട്ടിക്കുലർ പ്രൈവറ്റ് നെറ്റ്വർക്കിലോട്ടുള്ള അൺഓതറൈസ്ഡ് ആക്സസിനെ എല്ലാം ബ്ലോക്ക് ചെയ്യാൻ എന്തിനു പറ്റും? ഫയർവാളിന് പറ്റും. IDS എന്ന് പറയുമ്പോൾ ഈ അൺഓതറൈസ്ഡ് ആക്സസിനെ എല്ലാം ഇൻട്രൂഷൻസിനെ എല്ലാം അതിന് ഡിറ്റക്ട് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അതിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഡിറ്റക്ട് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗേറ്റിനകത്ത് നിൽക്കുന്ന ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന വാച്ച്മാൻ വേണമെങ്കിൽ ഒരു തീഫ് വരികയാണെങ്കിൽ ആ തീഫിന് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ ഫയർവാൾ അതുപോലാണ്. പക്ഷെ ഒരു CCTV ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു CCTV ക്യാമറയ്ക്ക് ഒരിക്കലും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡിറ്റക്ട് ചെയ്യാനും അലേർട്ട് ചെയ്യാനും പറ്റും. സോ ഒരു CCTV ക്യാമറ പോലാണ് IDS എന്ന് പറഞ്ഞത്. സോ ഇൻട്രൂഷൻ അതിന് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫയർവാൾ എന്ന് പറയുന്നത് ഫയർവാളിൽ കൂടെ പാസ് ചെയ്യുന്ന ഡേറ്റ, ഫയർവാളിൽ കൂടെ പാസ് ചെയ്യുന്ന ട്രാഫിക്കിന്റെ സെക്യൂരിറ്റി ബ്രീച്ചസ് മാത്രമേ ഫയർവാളിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ട് ഗേറ്റിൽ നിൽക്കുന്ന ഗേറ്റ്മാൻ ആണെങ്കിൽ ആ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ ഒരു തീഫ് വരുവാണെങ്കിൽ മാത്രമായിരിക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റുക. വാൾ ജമ്പേഴ്സ് എല്ലാം ഫയർവാൾ ഇപ്പം ആ ഗേറ്റ്മാൻ ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല. അതുപോലാണ് ഫയർവാളിന്റെ കാര്യം. പക്ഷെ IDS എന്ന് പറയുന്നത് ഇന്റേണൽ സെക്യൂരിറ്റി കംപ്ലീറ്റ്ലി എന്തെങ്കിലും ബ്രീച്ച് വരുവാണെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആർക്ക് പറ്റും? IDSന് പറ്റും. എല്ലാ സിസ്റ്റം ഒരു എൻറ്റയർ സിസ്റ്റത്തിനെയും നെറ്റ്വർക്കിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട് IDS എന്ന് പറയുന്നത്. IDS ഓവറോൾ നെറ്റ്വർക്കിന്റെ മോണിറ്ററിങ് ആര് നടത്തുന്നുണ്ട്? IDS നടത്തുന്നുണ്ട്. ഇനി ഫയർവാളിന്റെ കേസിലാണെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് മാൻ പവറിന്റെ ആവശ്യമില്ല ഫയർവാളിന്റെ കേസിൽ. പക്ഷെ IDSന്റെ കേസിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ മാൻ പവർ എവിടെ റിക്വയർഡ് ആണ്? IDSന്റെ കേസിൽ റിക്വയർഡ് ആണ്. പിന്നെ ഫയർവാൾസ് എന്ന് പറയുന്നത് ഫയർവാൾസ് ആർ മോസ്റ്റ് വിസിബിൾ പാർട്ട് ഓഫ് എ നെറ്റ്വർക്ക് ടു ആൻ ഔട്ട്സൈഡർ. അതുകൊണ്ട് തന്നെ മോസ്റ്റ് വൾണറബിളുമാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ഗേറ്റ്മാനെ ആയിരിക്കണം ഒരു തീഫ് എപ്പോഴും ഏറ്റവും ആദ്യം അറ്റാക്ക് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഫയർവാൾസ് മോസ്റ്റ് വിസിബിൾ പാർട്ട് ആയിരിക്കും ഒരു നെറ്റ്വർക്കിന്റെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വൾണറബിലിറ്റി കൂടുതൽ മാർക്കാണ് ഫയർവാളിനാണ്. IDS ആണെങ്കിൽ IDS ആർ വെരി ഡിഫിക്കൽട്ട് ടു ബി സ്പോട്ടഡ് ഇൻ എ നെറ്റ്വർക്ക്.